നമസ്കാരം. VBC പ്രാദേശിക വാർത്തകൾ ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. പുളിമൂട്ടിൽ സിൽക്സ്, കോട്ടയം, തൊടുപുഴ, തൃശൂർ. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടുക്കിയിലെ കോൺഗ്രസിനുള്ളിൽ കാലുവാരൽ നടന്നതായി ആക്ഷേപം. ഐ ഗ്രൂപ്പ് നേതാക്കൾ ഇടത് സ്ഥാനാർത്ഥിയെ സഹായിച്ചെന്നും ഇത് തടയാൻ DCC നേതൃത്വം ശ്രമിച്ചില്ലെന്നുമാണ് ആക്ഷേപം. തൊമ്മൻകുത്ത് ഇക്കോ ടൂറിസം വിനോദസഞ്ചാര മേഖലയ്ക്ക് പുതിയ വാതായനമാകുമ്പോഴും വികസനം പ്രഖ്യാപനത്തിൽ മാത്രം ഒതുങ്ങുന്നു. തൊടുപുഴ കാർഡ്സ് നേതൃത്വത്തിൽ നടത്തുന്ന ഗ്രീൻ ഫെസ്റ്റിൽ ഒരുക്കിയിരിക്കുന്ന പുഷ്പമേള ജനശ്രദ്ധയെ ആകർഷിക്കുന്നു. പിതാവിന്റെയും രണ്ടാനമ്മയുടെയും ക്രൂരപീഡനത്തിനിരയായതിനെ തുടർന്ന് സർക്കാർ നേരിട്ട് സംരക്ഷണ ചുമതല ഏറ്റെടുത്ത ഷെഫീഖിനെ ദത്ത് നൽകാൻ നടപടി തുടങ്ങി. തൊടുപുഴയിൽ നടന്നുവരുന്ന അവധിക്കാല ഫുട്ബോൾ ക്യാമ്പ് കുട്ടികൾക്ക് ഉപകാരപ്രദമാകുന്നു. ദിവസം ചെല്ലുന്തോറും കുട്ടികളുടെ എണ്ണം വർദ്ധിച്ചു വരുന്നതായി അധികൃതർ. പുളിമൂട്ടിൽ സിൽക്സ്, കോട്ടയം, തൊടുപുഴ, തൃശൂർ. വാർത്തകൾ വിശദമായി. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടുക്കിയിലെ കോൺഗ്രസിനുള്ളിൽ കാലുവാരൽ നടന്നതായി ആക്ഷേപം. ഐ ഗ്രൂപ്പ് നേതാക്കൾ ഇടത് സ്ഥാനാർത്ഥിയെ സഹായിച്ചെന്നും ഇത് തടയാൻ DCC നേതൃത്വം ശ്രമിച്ചില്ലെന്നുമാണ് ആക്ഷേപം. ഇതു സംബന്ധിച്ച് KPCCക്ക് പരാതി നൽകാൻ ഒരു വിഭാഗം DCC അംഗങ്ങൾ തീരുമാനിച്ചു. അതേസമയം എതിർപ്പുകൾ ശക്തമായതിനാൽ DCCയുടെ തെരഞ്ഞെടുപ്പ് അവലോകന യോഗം ചേർന്നില്ല. KPCCക്ക് നൽകുവാനുള്ള തെരഞ്ഞെടുപ്പ് അവലോകന റിപ്പോർട്ടിന്റെ ചർച്ചകൾ ആരംഭിച്ചതോടെയാണ് പരാതികൾ ഉയർന്നു തുടങ്ങിയത്. KPCC മുൻ ജനറൽ സെക്രട്ടറിയും ഐ ഗ്രൂപ്പ് നേതാവുമായ EM അഗസ്തിക്കെതിരെയാണ് പ്രധാന പരാതി. ബന്ധുവായ ഇടത് സ്ഥാനാർത്ഥി ജോയ്സ് ജോർജിനു വേണ്ടി EM അഗസ്തി പ്രവർത്തിച്ചു. പ്രചാരണ ദിവസങ്ങളിലെ രാത്രിയിൽ പോലും അഗസ്തിയുടെ വീട്ടിൽ ജോയ്സിനു വേണ്ടി യോഗങ്ങൾ ചേർന്നുവെന്നും ഒരു വിഭാഗം നേതാക്കൾ കുറ്റപ്പെടുത്തുന്നു. ഇത് സംബന്ധിച്ച് DCCക്ക് വിവരവും പരാതിയും ലഭിച്ചിരുന്നു. എന്നാൽ താക്കീത് ചെയ്യാനോ തടയാനോ DCC പ്രസിഡന്റ് റോയ് കെ പൗലോസ് ശ്രമിച്ചില്ല. അക്ഷരാർത്ഥത്തിൽ ജില്ലാ കോൺഗ്രസ് നാഥനില്ല കളരിയായി മാറിയെന്നുമാണ് പരാതിക്കാരുടെ വിമർശനം. ഇതിനു പുറമെ കൃത്യമായി ഫണ്ട് കൈമാറാതെ പ്രചാരണങ്ങളിൽ വീഴ്ച വരുത്തിയെന്നും പരാതിയുണ്ട്. ഇക്കാര്യങ്ങൾ സംബന്ധിച്ച് KPCCക്കും മുഖ്യമന്ത്രിക്കും പരാതി നൽകാനാണ് നേതാക്കളുടെ തീരുമാനം. അതേസമയം DCC യോഗം ചേരാതെയാണ് KPCCക്ക് നൽകുവാനുള്ള അവലോകന റിപ്പോർട്ട് ഇടുക്കി ജില്ലാ നേതൃത്വം തയ്യാറാക്കിയത്. എതിർപ്പുകൾ ഉയരുന്നത് ഒഴിവാക്കാനായിരുന്നു ഇതെന്നും വിമർശനമുണ്ട്. എന്നാൽ റിപ്പോർട്ട് തയ്യാറാക്കാനായി തിങ്കളാഴ്ച വൈകിട്ട് A വിഭാഗം രഹസ്യയോഗം വിളിച്ചു ചേർത്തു. എന്നാൽ യോഗത്തിൽ DCC പ്രസിഡന്റിനെതിരെ സ്വന്തം ഗ്രൂപ്പിൽ നിന്ന് തന്നെ രൂക്ഷ വിമർശനം ഉയരുകയും ചെയ്തു. ഇതോടെ റിപ്പോർട്ട് തയ്യാറാക്കാതെ യോഗം പിരിയുകയായിരുന്നു. തൊമ്മൻകുത്ത് ഇക്കോ ടൂറിസം വിനോദസഞ്ചാര മേഖലയ്ക്ക് പുതിയ വാതായനമാകുമ്പോഴും വികസനം പ്രഖ്യാപനത്തിൽ മാത്രം ഒതുങ്ങുന്നു. പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ഒന്നാണ് ഇത്. അപകടം തുടർക്കഥയായ ഇവിടെ ജനങ്ങളുടെയും വനസമിതിയുടെയും ആവശ്യപ്രകാരം സുരക്ഷാ സംവിധാനം കർശനമാക്കുമ്പോഴും പലതും പ്രായോഗികമാകുന്നില്ല. മൊബൈൽ ടവറുകളുടെ പരിധി ഇവിടെ എത്തുന്നവർക്ക് അന്യമാകുന്നതാണ് പ്രധാന കാരണം. നിലവിൽ വനസമിതിയുടെ 41 ഗാർഡുമാരിൽ ഓരോ ദിവസവും 9 പേരെയാണ് ഡ്യൂട്ടിക്കായി നിയോഗിക്കുന്നത്. തൊമ്മൻകുത്ത് മുതൽ തേൻകുഴി വരെയുള്ള 800 മീറ്റർ ദൂരമാണ് സഞ്ചാരികൾക്കായി അനുവദിച്ചിട്ടുള്ള പരിധി. ഇതിനായി 20 രൂപ, 10 രൂപ എന്നിങ്ങനെയാണ് പ്രവേശന ഫീസ് ഈടാക്കുന്നത്. എന്നാൽ ട്രെക്കിങ്ങിനായി എത്തുന്നവർക്ക് സാധാരണ പരിധിയിൽ കൂടുതൽ വനത്തിനുള്ളിലേക്ക് സഞ്ചരിക്കാനുള്ള സംവിധാനവും നിലവിലുണ്ട്. ഇതിനായി 500 രൂപ, 1000 രൂപ എന്നിങ്ങനെയാണ് ഈടാക്കുന്നത്. ഒരു വർഷം മുമ്പ് തുടങ്ങിയ വിജ്ഞാന കേന്ദ്രം സഞ്ചാരികൾക്കും കുട്ടികൾക്കും വിജ്ഞാനപ്രദമാണ്. കാട്ടുമരങ്ങളും ഏറുമാടങ്ങളും ഇവിടെ എത്തുന്നവരിൽ കൗതുകമുണർത്തുന്നുണ്ട്. അപകടങ്ങൾ പതിവായ ഇവിടം സഞ്ചാരികൾക്കും പേടി സ്വപ്നമാണ്. ഇതിനോടകം ഇവിടെ 24 പേർ അപകടത്തിൽപ്പെട്ട് മരിച്ചിട്ടുണ്ട്. 4 മാസം മുമ്പ് നടന്ന അപകടത്തിനു ശേഷം മാത്രമാണ് സുരക്ഷാ സംവിധാനം പോലും കർശനമാക്കിയത്. ഇത് എത്ര നാൾ ഉണ്ടാകുമെന്നും കണ്ടറിയണം. അപകട സ്ഥലങ്ങൾ മുള്ളുവേലി കെട്ടിത്തിരിക്കുകയും ഓരോ സ്ഥലങ്ങളിലും ഗാർഡുമാരെ നിയോഗിക്കുകയും ചെയ്തിട്ടുണ്ട്. ടൂറിസത്തിന്റെ വളർച്ച കണക്കിലെടുത്ത് പെഡൽ ബോട്ടുകൾ കൊണ്ടുവന്നെങ്കിലും വെള്ളത്തിലിറക്കുക എന്നത് സ്വപ്നം മാത്രമായി.
നിലവിലെ ശരാശരി നോക്കിയാൽ ഒരു മാസം 3500-ലധികം സഞ്ചാരികൾ ഇവിടെ എത്തുന്നുണ്ട്. ജില്ലയിൽ വിനോദസഞ്ചാരത്തിനായി എത്തുന്ന പലർക്കും തൊമ്മൻകുത്തിനെ കുറിച്ച് കൂടുതൽ അറിയാത്തതും ഇവിടെ എത്തിച്ചേരുന്നതിനുള്ള ബുദ്ധിമുട്ടുമാണ് പ്രധാനമായും തിരിച്ചടിയാകുന്നത്. വെബ്സൈറ്റ് അടക്കമുള്ള സാങ്കേതിക സംവിധാനം ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിലും നടപടിയായിട്ടില്ലെന്നാണ് അധികൃതർ പറയുന്നത്. ഇത്തരത്തിലുള്ള സംവിധാനങ്ങളിലൂടെയേ ഇന്ന് ടൂറിസത്തിന്റെ വികസനം സാധ്യമാകൂ. നിലവിൽ ഇവിടെ സന്ദർശനത്തിനെത്തുന്നവരിൽ നിന്ന് ഈടാക്കുന്ന തുകയാണ് ഗാർഡുമാരുടെ വരുമാനത്തിനായി നീക്കിവയ്ക്കുക. എന്നാൽ സീസണായിട്ട് പോലും സഞ്ചാരികളുടെ വരവ് കുറഞ്ഞത് ഇവരെ പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ്. ഇത് ജില്ലയിലെ ടൂറിസം മേഖല നേരിടുന്ന പ്രതിസന്ധിയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. കഴിഞ്ഞ വർഷം വിവിധ സ്കൂളുകളിൽ നിന്നും കോളേജുകളിൽ നിന്നും എത്തിയ വിദ്യാർത്ഥികളെ പങ്കെടുപ്പിച്ച് നേച്ചർ ക്ലബ്ബുകൾ സംഘടിപ്പിക്കാൻ കഴിഞ്ഞത് വലിയ നേട്ടമാണ്. മന്ത്രി അടക്കം ഉള്ളവർക്ക് വനസമിതി നിവേദനം നൽകിയിരുന്നെങ്കിലും പലതും നടപ്പായിട്ടില്ല. കഴിഞ്ഞ ദിവസം കാട്ടാനകൾ പോലുള്ള വന്യജീവികൾ കുത്തിലേക്ക് ഇറങ്ങിയെത്തിയതും ജനങ്ങളിൽ ആശങ്കയ്ക്കിടയാക്കിയിട്ടുണ്ട്. എന്നാൽ നിലവിലെ സംവിധാനങ്ങൾ വേണ്ട രീതിയിൽ വിനിയോഗിച്ച് ടൂറിസത്തിന്റെ വളർച്ച അരക്കിട്ടുറപ്പിക്കാനുള്ള ശ്രമത്തിലാണ് വനസമിതിയും നാട്ടുകാരും. BBC ന്യൂസ് തൊടുപുഴ. ഒരു മാസത്തിനിടയിൽ രണ്ടാമതും പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദൻ പണിക്കൻകുടിയിലെത്തി. മാർച്ച് 30-ന് തെരഞ്ഞെടുപ്പ് പ്രചാരണ സമ്മേളനത്തിൽ പ്രസംഗിക്കാൻ നെടുങ്കണ്ടത്തെത്തിയപ്പോഴും കർഷക സംഘം ജില്ലാ സെക്രട്ടറിയും CPM നേതാവുമായ NV ബെന്നിയുടെ വീട്ടിൽ VS എത്തിയിരുന്നു. 20 ദിവസത്തിനു ശേഷം പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദൻ തിങ്കളാഴ്ച വീണ്ടും എത്തിയത് NV ബേബിയുടെ മകൻ മഞ്ജുഷിന്റെ വിവാഹ ചടങ്ങിനായിരുന്നു. 5 വർഷത്തിനിടയിൽ 5ാം തവണയാണ് VS അച്യുതാനന്ദൻ പണിക്കൻകുടിയിലെത്തുന്നത്. തിങ്കളാഴ്ച രാവിലെ 11:30-ന് പടിക്കൻകുടി സെന്റ് ജോൺസ് മരിയ വിയാനി പള്ളിയിലെത്തിയ VS അരമണിക്കൂർ വിശ്രമത്തിനു ശേഷമാണ് വിവാഹിതരായ ദമ്പതിമാർക്ക് ആശംസകൾ നേരുവാനും പുഷ്പമാലികൾ നൽകുവാനും എത്തിയത്. വിവാഹിതർക്ക് മംഗളാശംസകൾ നേർന്ന ശേഷം വീണ്ടും പള്ളിമേടയിലേക്ക് മടങ്ങിയ VSന് പ്രത്യേകം തയ്യാറാക്കിയ വെജിറ്റേറിയൻ ഭക്ഷണമാണ് നൽകിയത്. ചോറും അവിയലും പച്ചമോരും കാളനും ഉള്ളിത്തീയിലും പപ്പായത്തോരനും പയറും മെഴുക്ക് പുരട്ടിയുമായിരുന്നു വിഭവങ്ങൾ. ബേബിയുടെ ഭാര്യ ആൻസിയും സുഹൃത്ത് സുമംഗല വിജയനും ചേർന്നുണ്ടാക്കിയ ഭക്ഷണം കഴിച്ച VS 1 മണിക്കൂർ ഉറങ്ങിയ ശേഷം 2 മണിയോടെയാണ് മടങ്ങിയത്. LDF കൺവീനർ വൈക്കം വിശ്വൻ, മുൻ മന്ത്രി M വിജയകുമാർ, CPM കേന്ദ്ര കമ്മിറ്റി അംഗം MC ജോസഫൈൻ, കർഷക സംഘം സംസ്ഥാന നേതാക്കളായ MK ഭാസ്കരൻ, ജോർജ് മാത്യു, MLA-മാരായ S രാജേന്ദ്രൻ, റോഷി അഗസ്റ്റിൻ, KK ജയചന്ദ്രൻ, CPM ജില്ലാ സെക്രട്ടറി MM മണി, LDF സ്ഥാനാർത്ഥി ജോയ്സ് ജോർജ്, CA ഏലിയാസ്, CV വർഗീസ്, നോബിൾ ജോസഫ്, ബിഷപ്പ് ലേവി ജോസഫ് ഐക്കര എന്നിവരുൾപ്പെടെയുള്ളവർ ചടങ്ങിൽ പങ്കെടുക്കാനെത്തി. പനംകുട്ടി വള്ളോപ്പിളിൽ ജോസഫിന്റെയും മേഴ്സിയുടെയും മകൾ അനിജിയാണ് വധു. BBC ന്യൂസ് ഇടുക്കി. കഴിഞ്ഞ ദിവസമുണ്ടായ ശക്തമായ കാറ്റിൽ ആനക്കൂട് പുറത്തേട്ട് മണികണ്ഠന്റെ വാഴകൃഷി നശിച്ചു. കഴിഞ്ഞ ദിവസത്തെ കാറ്റിൽ തൊടുപുഴയിലും പരിസര പ്രദേശങ്ങളിലും വ്യാപക നാശനഷ്ടമുണ്ടായിരുന്നു. കാറ്റിൽ മണികണ്ഠന്റെ 200ഓളം വാഴയാണ് നശിച്ചത്. 7 മാസം പ്രായമായ വാഴകളായിരുന്നു ഇവ. ഏകദേശം 100 രൂപയോളം ഒരു വാഴയ്ക്ക് മുടക്കുള്ളതായി മണികണ്ഠൻ പറഞ്ഞു. കൃഷി വകുപ്പിൽ നിന്നും അടിയന്തര സഹായമുണ്ടാകണമെന്നും മണികണ്ഠൻ ആവശ്യപ്പെട്ടു. മിനിഞ്ഞാന്നത്തെ കാറ്റിൽ 250 മുകളിൽ വാഴ വെച്ചിരുന്നതാണ്. അതിൽ 10-200 മിനിഞ്ഞാന്നത്തെ കാറ്റിൽ തന്നെ എല്ലാം ഒടിഞ്ഞു പോയി. ഞാനിത് പലരുടെയും കയ്യിൽ നിന്ന് സഹായമെടുത്താണ് ഇത് നട്ടിരുന്നത്. ഇത് കോരി നനച്ചും ഭയങ്കര ബുദ്ധിമുട്ടിയാണ് വച്ചിരുന്നത്. അപ്പോൾ ഇതിനു വേണ്ടി എന്തെങ്കിലും സഹായ സഹകരണങ്ങൾ കൃഷി വകുപ്പിൽ ചെയ്തതെന്ന് താഴ്മയായി അപേക്ഷിക്കുന്നു. തൊടുപുഴ കാർഡ്സ് നേതൃത്വത്തിൽ നടത്തുന്ന ഗ്രീൻ ഫെസ്റ്റിൽ ഒരുക്കിയിരിക്കുന്ന പുഷ്പമേള ജനശ്രദ്ധ ആകർഷിക്കുന്നു. വ്യത്യസ്തങ്ങളായ 100 കണക്കിന് പുഷ്പങ്ങളാണ് മേളയിൽ ഒരുക്കിയിട്ടുള്ളത്. പച്ചക്കറി വിത്തുകളും സുഗന്ധവ്യഞ്ജനങ്ങളായ ഇഞ്ചി, മഞ്ഞൾ, കച്ചോലം തുടങ്ങിയവയും അടങ്ങിയ വിത്തുകളുടെ വിഭാഗത്തിൽ വൻ തിരക്കാണ് അനുഭവപ്പെടുന്നത്. 10ാം ഉദയത്തിന് തന്നെ കൃഷി ചെയ്യാനുള്ള ഉത്സാഹം കർഷകരിൽ പ്രകടമാണ്. സ്വാഭാവിക രീതിയിൽ പഠിപ്പിച്ച 10 ഇനങ്ങൾ അടങ്ങിയ മാമ്പഴമേളയിലും തിരക്കേറുകയാണ്. തേനിന്റെ 15 ഇനങ്ങളാണ് മേളയിലുള്ളത്. നാളികേര വികസന ബോർഡിന്റെ നീരയാണ് മേളയിലെ താരം. മാർക്കറ്റിൽ പുതിയതായി ഇറങ്ങിയ നീര രുചിച്ചു നോക്കാൻ ആളുകൾ ഏറെ താല്പര്യം കാണിക്കുന്നു. 65 കിലോഗ്രാം തൂക്കമുള്ള ഭീമൻ ഇരട്ടച്ചക്കയും ഒരിഞ്ഞെട്ടിൽ 10 ചക്കകളുടെ കുലയും 30 കിലോഗ്രാമിന് മുകളിൽ തൂക്കമുള്ള ചക്കയുടെ പ്രദർശനവും അപൂർവ കാഴ്ചയായി മേളയിലുണ്ട്. പ്രദർശനം രാവിലെ 9:30 മുതൽ രാത്രി 8 വരെയാണ്. എല്ലാ ഇനം തൈകളും വാങ്ങുന്നതിന് പ്രത്യേകം കൗണ്ടർ ഒരുക്കിയിട്ടുമുണ്ട്. BBC ന്യൂസ് തൊടുപുഴ. കാപ്പ് NSS LP സ്കൂളിന്റെ സുവർണ ജൂബിലിയുടെ ഭാഗമായി 23-ാം തീയതി വൈകിട്ട് 6:30-ന് സാംസ്കാരിക സമ്മേളനം നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കാപ്പ് NSS LP സ്കൂളിൻ്റെ 50ാമത് വാർഷിക ആഘോഷങ്ങൾ 2014 ഏപ്രിൽ 23-24 തീയതികളിൽ
വിപുലമായ പരിപാടികളോടുകൂടി ആഘോഷിക്കുകയാണ്. 1962 ജൂൺ മാസം 2-ാം തീയതി പ്രവർത്തനം ആരംഭിച്ച കാപ്പ NSS LP സ്കൂൾ എയ്ഡഡ് സ്കൂൾ, അതിൻ്റെ ഇതുവരെയുള്ള പ്രവർത്തനത്തിൽ നാട്ടുകാർക്ക് ഏവർക്കും ചാരിതാർത്ഥ്യമാണുള്ളത്. അതിൻ്റെ തെളിവ് കൂടിയാണ് ഈ 50-ാം വാർഷികം ഇത്ര വിപുലമായ രീതിയിൽ ആഘോഷിക്കുന്നതിന് PTA-യും മാനേജ്മെൻറ്റും നാട്ടുകാരും ഒത്തൊരുമിച്ച് ഇങ്ങനെ 2 ദിവസത്തെ പരിപാടികളായിട്ടുള്ള സംരംഭം നടക്കുന്നത്. മഞ്ഞള്ളൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ഗോപി സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. പൂർവ്വ വിദ്യാർത്ഥികളുടെ കലാപരിപാടികളും ഉണ്ടാകുമെന്ന് മാനേജർ PG മധുസൂദനൻ നായർ, PTA പ്രസിഡന്റ് മാഹിൻ വാണിയപ്പുരയിൽ, പ്രധാനാധ്യാപകൻ വിധു P നായർ എന്നിവർ അറിയിച്ചു. 24-ന് 6 മണിക്ക് പൊതുസമ്മേളനം ജോസഫ് വാഴക്കൻ MLA ഉദ്ഘാടനം ചെയ്യും. മാനേജർ PG മധുസൂദനൻ നായർ അധ്യക്ഷത വഹിക്കും. സ്കൂളിലെ മുഴുവൻ കുട്ടികളും അഭിനയിച്ച ചലച്ചിത്രമായ ദർപ്പണം പ്രദർശിപ്പിക്കും. കൊച്ചിൻ സ്റ്റാർ മീഡിയയുടെ ഗാനമേള, മിമിക്സ്, മാജിക്, ഡാൻസ് എന്നിവയടങ്ങുന്ന മെഗാ ഷോയും ഉണ്ടാകും. ക്ലാസ് മുറികളുടെ നവീകരണവും മോടി പിടിപ്പിക്കലും ശിശു സൗഹൃദ പെയിന്റിംഗും പൂർത്തിയായതായി ഭാരവാഹികൾ അറിയിച്ചു. പൂർവ്വ വിദ്യാർത്ഥികളിൽ നിന്നും പൊതുജനങ്ങളിൽ നിന്നുമായി 10 ലക്ഷത്തോളം രൂപ സമാഹരിച്ചാണ് പണികൾ പൂർത്തീകരിച്ചത്. തൊടുപുഴ ആനക്കൂട് മുല്ലയ്ക്കൽ ശ്രീധർമ്മശാസ്ത്ര ദേവീക്ഷേത്രത്തിലെ പുനഃപ്രതിഷ്ഠാ ഉത്സവം ഏപ്രിൽ 22, 23, 24 തീയതികളിൽ ക്ഷേത്രം തന്ത്രി കാവനാട്ട് വാസുദേവൻ നമ്പൂതിരിപ്പാടിൻ്റെ മുഖ്യ കാർമ്മികത്വത്തിൽ നടക്കും. 23-ാം തീയതി ദേവപ്രശ്ന വിധി പ്രകാരമുള്ള പരിഹാരക്രിയകളും വൈകുന്നേരം കലാപരിപാടികളും ഉണ്ടായിരിക്കും. 24-ന് വിശേഷാൽ പൂജകളും 10:30-നും 11:30-നും മധ്യേ ദുർഗാദേവിയുടെയും ശ്രീധർമ്മശാസ്താവിൻ്റെയും പ്രതിഷ്ഠാകർമ്മവും നടത്തും. തുടർന്ന് പ്രസാദകൂട്ടും. ശബരിമല മുൻ മേൽശാന്തി ആത്രിശ്ശേരി രാമൻ നമ്പൂതിരിപ്പാടിൻ്റെ അനുഗ്രഹ പ്രഭാഷണവും തപസ്യ കലാസാഹിത്യവേദി സംസ്ഥാന സമിതി അംഗം KP വേണുഗോപാലിൻ്റെ പ്രഭാഷണവും വൈകുന്നേരം വിശേഷാൽ ദീപാരാധനയും 7 മണി മുതൽ പാല പ്രണവം അവതരിപ്പിക്കുന്ന ഗാനമേളയും ഉണ്ടായിരിക്കും. ആനക്കൂട് മുല്ലയ്ക്കൽ ശ്രീധർമ്മശാസ്ത്ര ദേവീ ക്ഷേത്രത്തിലെ പുനഃപ്രതിഷ്ഠാ മഹോത്സവം ഏപ്രിൽ 22, 23, 24 തീയതികളായി നടത്തപ്പെടുകയാണ്. കാവനാട്ട് ബ്രഹ്മശ്രീ വാസുദേവൻ നമ്പൂതിരിപ്പാടിൻ്റെ മുഖ്യ കാർമ്മികത്വത്തിൽ നടക്കുന്ന ഈ ചടങ്ങ് ഏപ്രിൽ 24-ന് 10:30-നും 11:30-നും ഇടയിലുള്ള ശുഭമുഹൂർത്തത്തിൽ ദുർഗാദേവിയുടെയും ശ്രീധർമ്മശാസ്താവിൻ്റെയും പ്രതിഷ്ഠാ ചടങ്ങുകൾ നിർവഹിക്കുന്നതാണ്. കൂടാതെ അന്നേ ദിവസം ഉച്ചയ്ക്ക് പ്രസാദകൂട്ടും പ്രഭാഷണവും വൈകുന്നേരം വിശേഷാൽ ദീപാരാധനയും ഗാനമേളയും ഉണ്ടായിരിക്കും. വിദഗ്ധ ചികിത്സയ്ക്കായി വെല്ലൂർ ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയ ഷെഫീഖിനെ മെയ് 10-ന് തിരികെ കൊണ്ടുവരുവാൻ തീരുമാനമായി. പിതാവിൻ്റെയും രണ്ടാനമ്മയുടെയും ക്രൂര പീഡനത്തിനിരയായതിനെ തുടർന്ന് വെല്ലൂരിൽ ചികിത്സിച്ച ശേഷം ഷെഫീഖിന് മുമ്പ് താൽക്കാലിക സംരക്ഷണം ഒരുക്കിയ ഇടുക്കി സ്വദർ ഷെൽട്ടർ ഹോമിലേക്കാണ് വീണ്ടും കൊണ്ടുവരുന്നത്. ഇതിനുശേഷം സംരക്ഷണം ഏറ്റെടുക്കാൻ താൽപര്യം പ്രകടിപ്പിക്കുന്ന വ്യക്തികൾക്കോ സ്ഥാപനങ്ങൾക്കോ കുട്ടിയെ കൈമാറാൻ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി തീരുമാനമെടുത്തതായി ചെയർമാൻ PG ഗോപാലകൃഷ്ണൻ നായർ അറിയിച്ചു. കുട്ടിയെ വളർത്താൻ ശേഷിയുള്ള വ്യക്തികൾ, കുടുംബങ്ങൾ, NGOകൾ, സ്ഥാപനങ്ങൾ തുടങ്ങിയ അർഹതപ്പെട്ട ആർക്കും കുട്ടിയുടെ ഉത്തമ താൽപ്പര്യം സംരക്ഷിക്കപ്പെടണം എന്ന വ്യവസ്ഥയിൽ താൽക്കാലികമായി സംരക്ഷണത്തിന് കൊടുക്കാനാണ് കമ്മിറ്റി ആഗ്രഹിക്കുന്നത്. സ്വന്തം കുട്ടിക്ക് എന്തൊക്കെ ആവശ്യങ്ങളാണോ ഉള്ളത്, സാമൂഹ്യ, സാമ്പത്തിക, വിദ്യാഭ്യാസപരമായ, ആരോഗ്യപരമായ, മാനസികമായ എന്തെല്ലാം ആവശ്യങ്ങൾ ഒരു കുട്ടിക്കുണ്ടോ അത് മുഴുവൻ കൊടുക്കാനുള്ള ധാർമ്മികമായ ബാധ്യത ഫോസ്റ്റർ പേരൻറ്റിന് ഉണ്ടാവും. അതിന് ഗവൺമെൻറ്റിൻ്റെ ഫണ്ട് നോക്കി നിന്നിട്ട് കാര്യമില്ല. അവർ തന്നെ സ്വന്തം കുട്ടിക്ക് എന്നതുപോലെ കണ്ടെത്തേണ്ടി വരും. പ്രത്യേക പരിചരണം ആവശ്യമുള്ള കുട്ടിയുടെ സംരക്ഷണം ഇത്തരത്തിൽ കൈമാറുന്നത് കേരളത്തിൽ ആദ്യമായിരിക്കുമെന്നാണ് വിലയിരുത്തൽ. ഇതിനായി വ്യക്തികൾ, കുടുംബങ്ങൾ, സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിൽ നിന്നാണ് അപേക്ഷ സ്വീകരിച്ചിരിക്കുന്നത്. സ്വന്തം കുഞ്ഞിനെ പോലെ ഷെഫീഖിനെ സംരക്ഷിക്കാൻ താൽപര്യം പ്രകടിപ്പിക്കുന്നവരെയാണ് പരിഗണിക്കുക. ഇവരെക്കുറിച്ച് വിവിധ തലങ്ങളിൽ അന്വേഷണം നടത്തിയ ശേഷമേ ചികിത്സ അടക്കമുള്ളവയുടെ ഉത്തരവാദിത്വം ഏൽപ്പിച്ചുകൊണ്ട് കുട്ടിയെ കൈമാറുകയുള്ളൂ. കൂടുതൽ അപേക്ഷകൾ വന്നാൽ കുട്ടിയുടെ ഉത്തമ താൽപര്യം സംരക്ഷിക്കാൻ കഴിവുള്ളവരെ അതിൽ നിന്നും തെരഞ്ഞെടുക്കും. ഇതൊക്കെയാണെങ്കിലും കുട്ടിയുടെ മേലുള്ള യഥാർത്ഥ അവകാശികൾ മാതാപിതാക്കളായിരിക്കും. 5 വയസ്സുകാരനായ ഷെഫീഖിനെ കഴിഞ്ഞ മാസം പകുതിയോടെയാണ് തുടർ ചികിത്സയുടെ ഭാഗമായി വീണ്ടും വെല്ലൂർ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത്. ഇവിടെ ഡോക്ടർ ജോർജ് താര്യന്റെ നേതൃത്വത്തിലാണ് കുട്ടിക്ക് ന്യൂറോ റീഹാബിലിറ്റേഷൻ സെന്ററിൽ ഫിസിയോതെറാപ്പി നൽകുന്നത്. സാമൂഹിക നീതി വകുപ്പ് നിയോഗിച്ച ആയ രാഗിണിയാണ് കുട്ടിയെ പരിചരിക്കാൻ കൂടെയുള്ളത്. 5 വയസ്സുണ്ടെങ്കിലും 2.5 വയസ്സുകാരന്റെ മാനസിക വളർച്ചയെ ഷെഫീഖ് പ്രകടിപ്പിക്കുന്നുള്ളൂ. നടക്കാൻ കഴിയുന്നില്ലെങ്കിലും പരസഹായത്തോടെ എഴുന്നേറ്റ് പിടിച്ചു നിൽക്കാൻ ഷെഫീഖിന് കഴിയുന്നുണ്ട്. BBC ന്യൂസ്, ഇടുക്കി. മുതലക്കോടം സെന്റ് ജോർജ് ഫെറോന പള്ളിയിൽ കുട്ടികളുടെ ആദ്യ കുർബാന സ്വീകരണം നടന്നു.
ബിഷപ്പ് എമരിറ്റ്യൂസ് മാർ ജോർജ് പുന്നക്കോട്ടിൽ കാർമ്മികത്വം വഹിച്ചു. വികാരി ഫാദർ ജോസഫ് അടപ്പൂർ, സഹവികാരിമാരായ ഫാദർ ഫ്രാൻസിസ് മഠത്തിപ്പറമ്പിൽ, ഫാദർ ജോസഫ് മുണ്ടയ്ക്കൽ തുടങ്ങിയവർ സഹകാർമ്മികരായിരുന്നു. ഉള്ളിൽ ദൈവസ്നേഹം നിറയ്ക്കണേ, പരിശുദ്ധാത്മാവേ നീ എഴുന്നള്ളി വരണമേ എൻ്റെ ഹൃദയത്തിൽ, ദിവ്യദാനങ്ങൾ ചിന്തിയൻ